നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഓരോ ദിവസവും കുറേ നാളുകാർക്കാണ് ജീവിതത്തിൽ നേട്ടങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത്. ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടം ചിലപ്പോൾ അടുത്ത ദിവസം നഷ്ടമായി പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിത്യവും പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോട് മറ്റൊരു കാര്യം പറയുന്നു. രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. 2025 ജൂലൈ മാസം 6-ാം തീയതി നാളെ ഞായറാഴ്ച ദിവസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച 13-ാം തീയതി ഞായറാഴ്ചയുണ്ട്. പിന്നീട് 27-ാം തീയതി ഞായറാഴ്ചയുമുണ്ട്. അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അഡ്രസ്സ് പൂർണ്ണമായിട്ടുള്ള മേൽവിലാസമൊക്കെ കൊറിയറോ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ പ്രസാദം അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊക്കെ അയച്ചു തന്നാൽ കിട്ടാൻ വേണ്ടി കൃത്യമായ അഡ്രസ്സ് വാട്സാപ്പ് ചെയ്യുക. 1000 രൂപ അതിനു വേണ്ടിയുള്ള ചിലവിലേക്കും GPay അല്ലെങ്കിൽ ഫോൺപേ ചെയ്തു തരിക. പൂജയൊക്കെ ചെയ്തതിന് ശേഷം പ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചയച്ചു തരുന്നതാണ്. ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ പുതുതായിട്ടൊന്നും ചെയ്യുന്നൊരു കാര്യമല്ല. ഞാൻ ഈ മാസം എല്ലാ മാസവും കാളഹസ്തി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ മാസവും മുടങ്ങാതെ തന്നെ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ പങ്കുചേരുക. നിങ്ങൾക്ക് ജീവിതാഭിവൃദ്ധി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും, വ്യാപാര വ്യവസായ അഭിവൃദ്ധി ഉണ്ടാകും, കുടുംബത്തിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാവിധമായ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരുവാൻ വേണ്ടി മഹാദേവ സന്നിധിയിൽ ചെയ്യുന്നൊരു പൂജയാണ് രാഹു കേതു ദോഷപരിഹാര പൂജ. അപ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പങ്കുചേരുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ജ്യോതിഷപരമായ പ്രത്യേകതകൾ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് കേൾക്കണം, താല്പര്യം കാണിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുകയാണെന്ന് പറയരുത്, ഞാൻ എന്നും കത്തിയടിക്കുകയാണെന്ന് പറയരുത്. ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി കരയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, എൻ്റെ അമ്മ എന്നും എന്നെ ശപിക്കും. എൻ്റെ അമ്മ പറയുന്നു, നിൻ്റെ തല കണ്ടതിൽ പിന്നെയാണ് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ജീവിതം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നത് എന്നും പറഞ്ഞാണ് എന്നും അമ്മ ഈ മകളെ ശപിക്കുന്നത്. ഈ മകൾക്ക് 21 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുട്ടി നിരപരാധിയാണ്. അതെന്നും അതിൻ്റെ അമ്മയോടും അച്ഛനോടും ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു അക്ഷരം പോലും എതിർത്ത് പറയുന്നില്ല, പിന്നെ എന്തിനാണ് അമ്മ എന്നും എന്നെ ഇങ്ങനെ ശപിക്കുന്നതെന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അത് കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ കുട്ടി നിരപരാധിയാണ്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ സംഭവം? എന്താണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന? ഒരു അസ്ട്രോളജർ പറഞ്ഞു, നിങ്ങളുടെ മകൾ ജനിച്ചത് കൊണ്ടാണ്, മകളുടെ ജനനത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പരാജയമെല്ലാം വന്നതെന്ന് അസ്ട്രോളജർ പറഞ്ഞു. അപ്പോൾ പറയാൻ കാരണം ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അതും കൂടി പറഞ്ഞുതരാം. അസ്ട്രോളജറെ കുറ്റം പറയുവാണല്ലോ, എല്ലാവരും അസ്ട്രോളജറെയാണ് അപ്പോൾ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നത്. ജ്യോതിഷത്തിൽ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് അസ്ട്രോളജർമാർ പറയുന്നത്. അതായത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുഞ്ഞുണ്ടായി. ആ കുട്ടി ജനിക്കുന്നത് 12-ാം ഭാവത്തിലാണെങ്കിലും 8-ാം ഭാവത്തിലാണെങ്കിലും 6-ാം ഭാവത്തിലാണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് ദുഃഖവും ദുരിതവും മാതാപിതാക്കൾ അനുഭവിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 12-ാം ഭാവമാണെങ്കിൽ ചിലവും സകലതും നഷ്ടപ്പെട്ട് അവർ പരിവഴിയാകാനിടയുണ്ട്. 8-ാം ഭാവത്തിലാണെങ്കിൽ പിതാവിന് ദോഷമുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, പലവിധമായ ബുദ്ധിമുട്ടുണ്ടാകാം. 6-ാം ഭാവമാണെങ്കിൽ കടം കയറി ശത്രുതയൊക്കെ വരുത്തി വെച്ച് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുക എന്നാണ് ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജ്യോതിഷൻ പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ കേൾക്കുമ്പോൾ കേൾക്കുന്നവർ അതിനെ എപ്രകാരം
വിശകലനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ ചിന്തിക്കുന്നില്ലല്ലോ, ഇപ്പോൾ എൻ്റെ കുഞ്ഞ് നിരപരാധിയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അറിവില്ലാത്തവരാണെങ്കിൽ കുഞ്ഞിൻ്റെ തലയിൽ കയറി അതിനെ ശപിക്കുകയും ശവകാര വാക്കുകൾ കൊണ്ട് അതിനെ ഉപദ്രവിക്കുകയും ചെയ്യും, തല്ലിക്കൊല്ലാനും ഒക്കെ ശ്രമിക്കും. ഇപ്പോൾ മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നൊരു സമയമാണ്, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുവാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ആരുടെയും കുടുംബങ്ങൾ ഇനി നടക്കരുത്. നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി കേൾക്കുക. നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം ചെയ്യിക്കുമ്പോൾ, മകനാണെങ്കിലും മകളാണെങ്കിലും വിവാഹം ചെയ്യിച്ചയച്ചു. അപ്പോൾ മകളാണെങ്കിലും മരുമകളാണെങ്കിലും അവർ ഗർഭിണിയാകുമ്പോൾ ചെയ്യേണ്ട കാര്യം, അവരുടെ വയറിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു കുട്ടി ഗർഭിണിയാകുമ്പോൾ 1-ാം മാസം തന്നെ നമ്മളെല്ലാവരും അറിയും, നമ്മൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് മുതൽ, ആ സന്തോഷം തുടങ്ങുന്ന അന്ന് മുതൽ, അറിഞ്ഞ് തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ആ കുട്ടിയുടെ വയറിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവനോടോ ദേവിയോടോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. മഹാദേവനോടോ ഗുരുവായൂരപ്പനോടോ ശ്രീകൃഷ്ണനോടോ ആരോട് വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന എന്താണ്? ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഐശ്വര്യമുള്ളൊരു കുഞ്ഞായി വളരണം, അവർക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഓർത്ത് സമൂഹത്തിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനുമെല്ലാം നല്ല ഐശ്വര്യം നൽകുന്ന ഒരു കുഞ്ഞായി വളരണം, അനുസരണമുള്ളൊരു കുഞ്ഞായി വളരണം, ഈശ്വരഭക്തിയുള്ളൊരു കുഞ്ഞായി വരണം. അങ്ങനെ നാടിനും സമൂഹത്തിനുമൊക്കെ നന്മ ചെയ്യുന്നൊരു കുഞ്ഞായി വളരണം എന്ന് പ്രാർത്ഥിച്ച് വേണം ആ കാലം മുഴുവൻ മുമ്പോട്ട് പോകാൻ. അപ്പോൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ ആ കുഞ്ഞിൻ്റെ ഐശ്വര്യമാണ്, ദൈവികമായ ഒരു ഐശ്വര്യമാണ്, അനുഗ്രഹമാണ് ആ മാതാപിതാക്കൾക്കുണ്ടാകുക. പിന്നെ അവർക്ക് ജീവിതത്തിൽ വെച്ചടി കയറ്റം തന്നെയായിരിക്കും, പുറകോട്ടൊന്നും അവർ പോകത്തില്ല. പക്ഷേ ഇത് പലരും ഇത് അംഗീകരിക്കത്തുമില്ല, ചെയ്യത്തുമില്ല. അതാണൊരു വിഷയം. കാരണം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാകും, മാനസികമായിട്ടുള്ള പിരിമുറുക്കം, അമ്മായിയമ്മയുടെ ശകാര വാക്കുകൾ, മറ്റു പലവിധമായ പീഡനങ്ങളൊക്കെ സഹിച്ചാണ് വളരുന്നതെങ്കിൽ ഈ സ്ത്രീയുടെ അമ്മയായ ഗർഭിണിയായ സ്ത്രീയുടെ മാനസിക നില അനുസരിച്ചായിരിക്കും ഈ കുട്ടിയുടെ മാനസിക നിലയും പോകുന്നത്. എന്നാൽ ഈശ്വരഭക്തിയിൽ വളരുന്ന, വയറ്റിൽ തന്നെ വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവികമായ ഒരു ചിന്തയുള്ള ഒരു കുട്ടിയായി മാറും, നന്മകൾ മാത്രം ചെയ്യുന്നൊരു കുട്ടിയായി മാറും. തിന്മയുടെ ലോകത്തേക്ക് അവൻ ഒരിക്കലും പോകത്തില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും പോകത്തില്ല. ഇനി അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അവൻ അന്നേരം പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടാകും. അവൻ ഓടിപ്പോകും, ക്ഷേത്രത്തിലേക്ക് പോകും, എൻ്റെ അച്ഛനെയും അമ്മയും ഒരു പ്രതിസന്ധിയിലാകപ്പെട്ട് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞായി മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ആ ഗർഭിണിയായെന്ന് അറിയുമ്പോൾ മുതൽ വയറിന്മേൽ കരം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി, ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു അസ്ട്രോളജറുടെ അരികിൽ ചെന്ന് കഴിയുമ്പോൾ അസ്ട്രോളജർ പറയും അത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദോഷമാണ്, കുടുംബക്ഷേത്രത്തിലെ കാട് വെട്ടി തെളിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, വിളക്ക് വെക്കാഞ്ഞതിൻ്റെ കുഴപ്പമാണ്, വിളക്ക് വെച്ചത് തിരിഞ്ഞു പോയി, തിരി കത്തിച്ചത് തിരി ഇട്ടത് തിരിഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിന്നെയും ടെൻഷൻ അടിച്ച് നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ധനവും എല്ലാം കളഞ്ഞ് നിങ്ങളങ്ങ് പോവുകയാണ്. പിന്നെ അതൊരു വലിയ വിഷയമായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി ചാടാതെ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടാതെ നിങ്ങൾ ഈശ്വരഭക്തിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. അത് ഇപ്പോൾ ഒരു 21-24 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. ആ കുട്ടി ആഗ്രഹിക്കും, ഇപ്പോൾ എൻ്റെ വയറിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ റീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫോളോവേഴ്സിനെ കിട്ടും. അതാണ് അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് മാതാവും പിതാവും കരം വെച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വല്യച്ഛനും വല്യമ്മയൊക്കെ കരം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ആ കുട്ടിയെ കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടും, അഭിവൃദ്ധിയും ഉന്നമനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ടവർ ചെയ്യുക. ഇനിയും ഈ കുട്ടിയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതത്തിലോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അതൊരു ചെറിയ പ്രശ്നപരിഹാരം കൊണ്ട് പരിഹരിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന പെട്ടെന്ന് ഈശ്വരൻ കേൾക്കും, അതിനൊരു ഫലമുണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടി. അപ്പോൾ അവർക്ക് ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥന കൊണ്ട് അവർക്കതിനെ നേരിടാൻ, അതിൻ്റെ ആ പ്രയാസത്തെ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയുമെന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണെന്നുള്ള കാര്യവും കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം.
2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരായിട്ട് പെട്ടെന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോവുകയാണ്. മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 22-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 15-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:13, അസ്തമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ്. ഏകാദശി തിഥി ഞായറാഴ്ച രാത്രി 9:14 വരെ ഉണ്ടായിരിക്കും. ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം 7:53 അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി 10:43. വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമാണെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സമയം കൂടി ഞാൻ പറഞ്ഞുതരാം. ശനിയാഴ്ച രാത്രി 7:53 മുതൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:53 വരെയുള്ള സമയം തുലാക്കുറിൽപ്പെട്ട വിശാഖ മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കുറിൽപ്പെട്ട വിശാഖ മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. വിശാഖ നക്ഷത്രമാണ് ഞായറാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം. വിശാഖ നക്ഷത്രം ഞായറാഴ്ച രാത്രി 10:43 വരെയുണ്ട്. അപ്പോൾ വിശാഖ നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരം, അത്തം, പുണർദം, പൂയം, ചതയം, പോരുട്ടാതി, ചോതി ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകം, ഉത്രം, ചിത്തിര ഈ 3 നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞായറാഴ്ച രാത്രി 10:43 വരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:53 വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഞായറാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച രാവിലെ 6:12 മുതൽ 9:12 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. പിന്നീട് 10:42 മുതൽ ഉച്ച കഴിഞ്ഞ് 3:12 വരെയുള്ള സമയവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ജീവിത വിജയം നേടുവാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. ഒരേ ഒരു കാര്യം കൊണ്ട് ഒരിക്കലും ജീവിത വിജയം നേടാൻ പറ്റത്തില്ല. പല കാര്യങ്ങൾ കൊണ്ട് വേണം നമുക്ക് ജീവിത വിജയം ഉണ്ടാകുവാൻ. നമ്മൾ പഞ്ചഭൂതങ്ങളെ ആശ്രയിക്കുന്നത് എന്തിനാണ്? പഞ്ചഭൂതങ്ങളെ ആശ്രയിക്കുന്നത് അതിലൊരു ഭൂതം കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ 5 കാര്യങ്ങൾ വേണം നമുക്ക്. അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 6 ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചുവപ്പ്, പച്ച, കടുനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ശ്രേഷ്ഠമായ നല്ല ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ അനുഭവങ്ങളോ ഒന്നും വന്നു ചേരത്തില്ലെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനിയും പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള നേട്ടം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോകുന്നു. ചോതി, രോഹിണി, പുണർദം, മകം, അത്തം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി, അശ്വതി. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അപ്പോൾ ഇവരുടെ കൈകളിലേക്ക് ധനം എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചേരും. ഇനി കടം ചോദിച്ചാൽ പോലും കിട്ടുന്നൊരു ദിവസമാണ്. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതാപൂർത്തി ഉണ്ടാകും, ധനനേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എത്ര സമയദോഷത്തു കൂടി കടന്നു പോയാൽ പോലും ഇവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ, ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന അനുകൂലമായ ദിവസമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവച്ചത്. എല്ലാവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.